കാഷ്വൽ സീരീസിൻ്റെ അകത്ത് നെക്സ്റ്റ് ഒരു കംഫർട്ടബിൾ ലുക്ക് ആൻഡ് ഇത് പ്രിൻറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന റയോൺ കുർത്തയാണ് കേട്ടോ. റയോൺ കുർത്തയ്ക്ക് കോട്ടൺ ലൈനിങ് ഇട്ടാണ് ചെയ്തേക്കുന്നത്. ആൻഡ് വി ഹാവ് സം ഇൻട്രസ്റ്റിംഗ് പാറ്റേൺസ് ഗോയിങ് ഓൺ ഹിയർ. ഇത് നമ്മൾ ഈ ഒരു ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഈ ഒരു ക്രോസ് ആയിട്ട് വന്നിട്ട് കുറച്ചൊരു പോയിൻറ്റി ലുക്കിലൊരു പാനൽ കൊടുത്ത് ഫിനിഷ് ചെയ്തേക്കുവാണ്. സെൽഫ് കളർ അത് ഭയങ്കര സട്ടിലായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ സെൽഫ് ഫാബ്രിക് മാത്രമേ അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളൂ. സെയിം പാറ്റേൺ ആണ് കംപ്ലീറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ആൻഡ് കോട്ടൺ ലൈനിങ്ങിൽ സൈഡ് സ്ലിറ്റഡ് പാറ്റേണും ആ ഫ്രണ്ടിൽ നമുക്കൊരു സ്ലിറ്റ് ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് 3/4 സ്ലീവിൻ്റെയും ഹെമ്മിലായിട്ട് നമുക്കൊരു ചെറിയൊരു വി സ്ലിറ്റ് ഓപ്പണിംഗ് ഉണ്ട്. സോ ഇറ്റ് മേക്സ് ഇറ്റ് വെരി കംഫർട്ടബിൾ ടു ഫോൾഡ് യുവർ ആംസ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. ഇപ്പോൾ ലൂസ് ഫിറ്റിംഗ് അല്ലാത്ത സ്ലീവ്സ് വരുമ്പോഴത്തേക്ക് ഇറ്റ്സ് ഓൾവേസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈവൻ എനിക്കും ആ ഒരു കംഫർട്ട് ലെവൽ നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് എ സ്ലിറ്റ്. ബിക്കോസ് ആ ഒരു പിന്നെ ലൂസ് സ്ലീവ് ആണെങ്കിൽ വലിയ പ്രശ്നം നമുക്ക് അതിനകത്ത് വരത്തില്ല. ഇത് വരുന്നത് ഒരു ഭയങ്കര ഫങ്ഷണൽ എലമെൻ്റ് ആണ് എപ്പോഴും. അപ്പോൾ 995 വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ വന്നിരിക്കുന്ന കാഷ്വൽ കുർത്താസിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഒരു ലുക്കാണ് റയോൺ മെറ്റീരിയലിൽ. ആൻഡ് ഇത് നമുക്ക് ഫുള്ളായിട്ട് ഡിജിറ്റൽ പ്രിൻറ്റിൽ വന്നിരിക്കുന്ന ലുക്കാണ് കേട്ടോ. വേർട്ടിക്കൽ പാറ്റേൺ ഓൾസോ വെരി ഗുഡ് ആൻഡ് ചിക്കു ബേസ്, നല്ലൊരു ഡാർക്ക് ചിക്കു ബേസിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ലുക്ക്. ഏജ് 80 129 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് ഈ ഒരു ടോപ്പിൽ വന്നിരിക്കുന്ന ഏത് പ്രിൻറ്റ് കളേഴ്സിൻ്റെ കൂടെ വേണമെങ്കിലും മറൂണിൻ്റെ കൂടെയോ ആ ഒരു ഗ്രീൻ ഷെയ്ഡിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് അതിനകത്ത് പെയർ ചെയ്യാനും പറ്റും. ഏജ് 80 129. ഒരു പാർട്ടി ലുക്കിനൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു റെഡ് ലുക്ക്, നല്ല ഒരു സ്റ്റണ്ണിങ് ഷെയ്ഡാണ് കേട്ടോ മൊത്തത്തിൽ. നമ്മളെപ്പോഴും കാണുന്ന ഒരു സ്റ്റൈലല്ല എപ്പോഴും ഈ ഒരു റെഡിൻ്റെ അകത്ത് ഈ ഒരു പാലറ്റിൽ വന്നിട്ടുള്ള ഫ്ലോറൽസ്. അപ്പോൾ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാരിയാണ്. ഭയങ്കര കംഫർട്ടബിളും ലൈറ്റ് വെയ്റ്റും ആയിട്ടുള്ള ബഗൽപൂരി ലിനൻ്റെ അകത്ത് ബഡ്ജറ്റ് ഓപ്ഷനാണ്. ബഗൽപൂരി ലിനൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുവിധം നമ്മളുടെ കസ്റ്റമേഴ്സിനൊക്കെ അറിയാം. അത് നല്ലൊരു ഫാബ്രിക്കാണ്. നമുക്ക് ഡ്രൈ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് അതിനകത്ത് എപ്പോഴും നല്ലത് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫാബ്രിക് നല്ല രീതിയിൽ നമുക്ക് സ്റ്റേ ചെയ്യാൻ എപ്പോഴും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെങ്കിലും ഡ്രൈ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് റണ്ണിങ്ങിൽ തന്നെ പ്ലെയിൻ ആയിട്ട് വന്നിരിക്കുന്ന ബ്ലൗസ് പീസാണ് അതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. സോ ഗോൾഡൻ ജെറിയും ഈ ഒരു പിങ്ക് ആൻഡ് ലൈറ്റ് സ്കൈ ബ്ലൂ ഷെയ്ഡിൻ്റെയും ഗ്രീനിൻ്റെയും ഗ്രേയുടെയും കോമ്പിനേഷൻസ് ആണ് അതിനകത്ത് വർക്കിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ദിസ് ഇസ് റെഡി ടു ഡിസ്പാച്ച്. നമുക്ക് റെഡി ആയിട്ട് അവൈലബിൾ ആക്കിയിരിക്കുന്ന സ്റ്റോക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ലുക്കാണ് കേട്ടോ. ആൻഡ് ഇതിനകത്ത് സ്കാറ്റേഡ് ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു ഫ്ലോറലും ലോ ബോർഡറിലാണ് കൂടുതലായിട്ടും നമുക്ക് ആ ഒരു എംബ്രോയിഡറി കോൺസെൻട്രേറ്റഡ് ആയിട്ട് കൊടുത്തേക്കുന്നത്. അപ്പം കാഷ്വൽ പ്ലീറ്റ് ആയിട്ട് നമുക്കൊരു സ്റ്റൈലിന് ഇടാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. വലുതായിട്ട് ഇൻസൈഡൊക്കെ അതിൻ്റെ ത്രെഡിൻ്റെ വർക്കൊക്കെ ഇൻസൈഡ് പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ നീറ്റ്ലി ഫിനിഷ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് പേപ്പേഴ്സ് വരുന്നുണ്ട്, അതങ്ങ് പൊയ്ക്കോളും. ഇത് നമുക്ക് ആ ഒരു സപ്പോർട്ടിന് എംബ്രോയിഡറി സപ്പോർട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഈ പേപ്പേഴ്സൊക്കെ. അതങ്ങ് ഇറങ്ങി പൊയ്ക്കോളും. അത് നമ്മൾ ആ ഒരു വാഷ് സൈക്കിൾസൊക്കെ വരുമ്പോഴത്തേക്ക് അതങ്ങ് പോകുന്നതാണ്. ആൻഡ് ഇത് NHS 312 എന്ന കോഡിൽ 1899 റേഞ്ചിൽ വന്നിരിക്കുന്ന ലുക്കാണ് കേട്ടോ. ഇപ്പോൾ കോൺട്രാസ്റ്റ് കോമ്പിനേഷൻസ് പെയർ ചെയ്യണമെങ്കിൽ സിമ്പിളായിട്ട് ആ ഒരു പിങ്ക് ബ്ലൗസസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഈവൻ പേൾസ് വരുന്ന ഒരു വൈറ്റ് ലുക്കിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്സ് അതിനകത്ത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനത്തെ ഒരു ലുക്കിൻ്റെ കൂടെ നമുക്കൊരു പിങ്ക് സ്റ്റോൺസ് ഒക്കെ വരുന്ന ഇയറിങ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും നല്ല രസമായിരിക്കും. പിങ്ക് ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള മെറ്റൽ ജ്വല്ലറി നല്ല രസമായിട്ട് ഒരു ഒക്കേഷണൽ വെയർ ആയിട്ട് നമുക്ക് ബഡ്ജറ്റ് ഓപ്ഷൻ നോക്കുന്നവർക്ക് നല്ലൊരു ലുക്കാണ്. വെരി കംഫർട്ടബിൾ ടു വെയർ. പ്ലീറ്റ്സും നല്ല എളുപ്പത്തിൽ കിട്ടുകയും ചെയ്യും കേട്ടോ. നല്ല ഈസി ആയിട്ട് പ്ലീറ്റ്സ് കിട്ടുന്ന ഒരു സാരിയാണ് NHS 312. ബേബി പിങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിലും സോഫ്റ്റർ ആയിട്ടുള്ള ഒരു ഷെയ്ഡ്, ഭയങ്കര ഭംഗിയുള്ള ഒരു ലൈറ്റ് പിങ്ക് ടോണിൻ്റെ അകത്ത് ഒരു എന്താ പറയുക ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്. നമുക്ക് ആ ഒരു ഹണികോം പാറ്റേൺസ് ഒക്കെ സാധാരണ ശരിക്കും ആ കളറും ആ ഒരു പാറ്റേണും ഒക്കെ വളരെ ഒരു ഇന്നസെൻറ്റ് ഫീലുള്ള ഒരു ലുക്കാണ് കേട്ടോ ബേസിക്കലി. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേണിൽ ഹണികോം പാറ്റേണിൻ്റെ അകത്ത് കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽസും ആൻഡ് ആ ഒരു ലീഫിൻ്റെ തന്നെ പാറ്റേണിൽ വന്നിട്ടുള്ള വൈറ്റ് ത്രെഡ് എംബ്രോയിഡറിയും കൂടെ വന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. ബോഡിയും നമുക്കതിനകത്ത് പ്ലെയിൻ ആവുന്നില്ല. നമുക്കിതൊരു മൾട്ടി പേർപ്പസ് ആയിട്ട് അല്ലെങ്കിൽ മൾട്ടി ഒക്കേഷണലായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന സാരിയാണ്. കാഷ്വലായിട്ട് വെയർ ചെയ്യണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു സിമ്പിൾ എവറിഡേ ജ്വല്ലറി ഒക്കെ ആയിട്ട് പെയർ ചെയ്യാം.
കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് പേൾസിൻ്റെ കൂടെയോ കുറച്ച് ബീഡ്സിൻ്റെ കൂടെയോ ഒക്കെ നമുക്കിപ്പം കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ബീഡഡ് ആയിട്ടുള്ള ജ്വല്ലറി ആൻഡ് അത് ഇന്നും പിന്നെയും ട്രെൻഡിൽ വരാറുണ്ട്. ഒരിടയ്ക്ക് വെച്ചിട്ട് നമുക്കത് വാസ് എ കൺസിഡർ എ ക്ലാസിക് പീസ്. ഇപ്പം നമുക്കത് ഈവൻ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലാണെങ്കിലും ബീഡഡ് ജ്വല്ലറി ഈസ് ഗോയിങ് ടു കം ഇൻ ട്രെൻഡ്. അപ്പം നമുക്ക് അങ്ങനെയുള്ള കോമ്പിനേഷൻസും ഒക്കെ ആയിട്ട് പെയർ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ലൈറ്റ് ഒക്കേഷണൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാനാണെങ്കിലും ഭയങ്കര ഭംഗിയാണ്. അപ്പം ഇത് 2099 റേഞ്ചിൽ എംബ്രോയിഡേർഡ് ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു ലുക്കാണ്. സിൽക്കി കോട്ട ഫാബ്രിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഭയങ്കര ലൈറ്റ് വെയ്റ്റും ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഒരു ഫാബ്രിക്കുമാണ് കേട്ടോ. ആൻഡ് സിൽവർ സെറി ബോർഡറോട് കൂടിയാണ് വന്നിരിക്കുന്നത്. മൊത്തത്തിൽ നമുക്ക് ആ ഒരു ഹൈ കോൺട്രാസ്റ്റ് ആയിട്ട് അതിനകത്താകെ വരുന്നത് ഈ ഒരു ഫ്ലോറൽ സ്കാറ്റർ മാത്രമാണ്. ബാക്കി ഫുള്ള് നമുക്ക് ആ ഒരു സട്ടിലായിട്ട് തന്നെ പോകുന്ന ഒരു ലുക്കാണ്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് റേഞ്ചസ് ഓൺലി 2099. NHHൻ്റെ കോഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. NHH 415 എന്ന കോഡിലാണിത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്.